Ja, guten Tag. It's again Anne Maria. Today we are learning about genitive case, der genitive. And we had already learned about nominative, accusative, and dative case. And the last and final one is genitive case. The genitive expresses position or belonging like English as or of. For example, that is my brother's car. ഗെനിറ്റീവ് എന്ന് പറയുന്നത് ഒരു പൊസഷൻ കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ് കാണിക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ബ്രദറിൻ്റെ കാറ്, സിസ്റ്ററിൻ്റെ ബാഗ്, ടീച്ചറിൻ്റെ ബുക്ക്, അങ്ങനെ ആരുടെയെങ്കിലുമാണ് അല്ലെങ്കിൽ ബിലോങ് ചെയ്യുന്നത് അയാളുടെയാണ് എന്ന് കാണിക്കാനാണ് ഗെനറ്റീവ് കേസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. ആൻഡ് ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വെസൻ. ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വെസൻ? വെസൻ മീൻസ് ഹൂസ് ഓർ ആരുടെ. ആൻഡ് ഈ ക്വസ്റ്റ്യൻ വേർഡിന് ആൻസർ കിട്ടുന്നതാണ് ഗെനറ്റീവ് കേസ്. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നോമിനാറ്റീവ് കേസ്, അക്യുസാറ്റീവ് കേസ് ആൻഡ് ഡാറ്റീവ് കേസിനും എന്തുണ്ട്, ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ ഗെനറ്റീവ് കേസിനും ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. ദാറ്റ് വാസ് വെസൻ. ആൻഡ് വെസൻ എന്ന് പറയുന്നത് ആരുടെ ബാഗ്, ആരുടെ കാറ്, അങ്ങനെ ചോദിക്കുന്നതിന് നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നോ അതാണ് ഗെനറ്റീവ് കേസ്. ആൻഡ് മോർ എക്സാമ്പിൾസ്. This is this auto meines Bruders. That is my brother's car. The Tasche der Frau ist schön. The woman's bag is beautiful. And എല്ലാത്തിനെയും അപേക്ഷിച്ച് ഗെനറ്റീവിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് വേണം എന്തിൽ എഴുതുമ്പോൾ. ജർമ്മനിൽ ഗെനറ്റീവ് കേസിൽ നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ എഴുതേണ്ടത്. ഇപ്പം ബ്രദേഴ്സ് കാർ എന്ന് പറഞ്ഞാൽ കാറ് ബ്രദറിൻ്റെ. ആൻഡ് വുമൻസ് ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗ് വുമണിൻ്റെ. അങ്ങനെ വേണം നമ്മൾ ഗെനറ്റീവിൽ വരുമ്പം എഴുതാനായിട്ട്. ദെൻ ഇൻ ഗെനറ്റീവ് നൗൺസ് ഓഫ്റ്റൻ ടേക്ക് ആൻ എസ് ഓർ ഇ എസ് എൻഡിങ്, എക്സ്പെഷ്യലി മാസ്കുലിൻ ആൻഡ് ന്യൂട്രൽ. ഗെനറ്റീവ് കേസിലെ നൗണുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എസ്പെഷ്യലി മാസ്കുലിനും ന്യൂട്രാലിനും. അതിൻ്റെ എൻഡിൽ, നൗണിൻ്റെ എൻഡിൽ നമ്മൾ ഇ എസ് അല്ലെങ്കിൽ എസ് ആഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് ദ ആർട്ടിക്കിൾസ് ഓൾസോ ചേഞ്ചസ്. ഡർ ബിക്കംസ് ദസ്, DES, ആൻഡ് ദി ബിക്കംസ് ഡർ, DER, ആൻഡ് ദസ് ന്യൂട്രൽ ബിക്കംസ് DES thus, and plural the becomes der, DER. പക്ഷേ ഇതിൽ മാസ്കുലിനും ന്യൂട്രാലിനുമാണ് പ്രത്യേകതയുള്ളത്. അതിൻ്റെ ആർട്ടിക്കിൾ ഇടുക, ദെൻ നൗൺ എഴുതുക. നൗണിൻ്റെ എൻഡിൽ എന്തുണ്ടായിരിക്കണം? ഒരു എസ് അല്ലെങ്കിൽ ES ഉണ്ടായിരിക്കണം. എന്തിൻ്റെ കാര്യത്തിൽ മാത്രം? മാസ്കുലിൻ്റെയും ന്യൂട്രാലിൻ്റെയും കേസിൽ മാത്രം. ആൻഡ് ഗെനറ്റീവ് പ്രപ്പോസിഷൻസ്. നമ്മൾ ഓൾറെഡി അക്യുസാറ്റീവിനും ഡാറ്റീവിനുമെല്ലാം കുറേ പ്രപ്പോസിഷൻസ് പഠിച്ചതാണ്. അതേപോലെ തന്നെ ഗെനറ്റീവിനും പ്രപ്പോസിഷൻസ് ഉണ്ട്. ആൻഡ് ദ പ്രപ്പോസിഷൻസ് ആർ ട്രോട്സ്, വേരൻറ്റ് ഓർ aufgrund, വേഗൻ, anstatt or statt, innerhalb, außerhalb. And the meaning of trots, despite or in spite of ആയിരുന്നിട്ടും. ആൻഡ് വേരൻറ്റ് ഓർ aufgrund, ഡ്യൂറിങ്, ഇടയ്ക്ക്. വേഗൻ, ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, കാരണത്താൽ. അൻസ്റ്റഡ് ഓർ സ്റ്റാറ്റ്, ഇൻസ്റ്റഡ് ഓഫ്, പകരം. ഇന്നർ ഹാൽപ്പ്, വിത്തിൻ ഓർ ഇൻസൈഡ്, അകത്ത്, ഇത്ര നാൾ. ഔസർ ഹാൽപ്പ്, ഔട്ട്സൈഡ് ഓഫ്, പുറത്ത്. ഗെനറ്റീവ് കേസ് പ്രപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സെൻറ്റൻസ് വരിക? ആദ്യം പ്രപ്പോസിഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. പ്രപ്പോസിഷൻ പ്ലസ് ഗെനറ്റീവ് നൗൺ. ഗെനറ്റീവ് കേസ് പ്രപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ ഗെനറ്റീവ് നൗൺ വരണം. സോ പ്രപ്പോസിഷൻ പ്ലസ് ഗെനറ്റീവ് നൗൺ പ്ലസ് വെർബ്. ഫസ്റ്റ് പൊസിഷൻ ഗെനറ്റീവിന് കൊടുത്ത സ്ഥിതിക്ക് സെക്കൻഡ് പൊസിഷൻ വെർബ് വരണം. സോ ഗെനറ്റീവ് കേസ് പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ്, ദെൻ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ആൻഡ് ദ വെർബ് പൊസിഷൻ ഡസ് നോട്ട് ചേഞ്ച് അൺലെസ് ഇറ്റ്സ് എ സബോർഡിനേറ്റ് ക്ലോസ്. ഈ ഗെനറ്റീവ് പ്രപ്പോസിഷന് മുമ്പ് നമ്മളൊരു നേബൻസാറ്റ്സ് കൊണക്ടോറൻ ഇട്ടാൽ, വൈല്, ദസ്, അങ്ങനെ ഏതെങ്കിലും നേബൻസാറ്റ്സ് കൊണക്ടോറൻ വന്നു കഴിഞ്ഞെങ്കിൽ
എന്ത് ചെയ്യണം? വെർബിനെ അമ്മൻ്റെയിൽ വിച്ച് മീൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ് എന്ത് ചെയ്യണം? കോഞ്ചുഗേറ്റ് ചെയ്ത് വേണം എഴുതാനായിട്ട്. Now we can look at prepositions. First preposition, trots. Trots means despite or in spite of. ആയിരുന്നിട്ടും. Trots thus fevers gaiter in the Schule. In spite of fever, he is going to school. പനി ആയിരുന്നിട്ടും അവൻ സ്കൂളിൽ പോകുന്നു. Trots der komplizierten Grammatik lernt er Deutsch. In spite of complicated grammar, he is learning German. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജർമ്മൻ ഗ്രാമർ ആയിരുന്നിട്ടും അവൻ ജർമ്മൻ പഠിക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വേരൻറ്റ്. വേരൻറ്റ് മീൻസ് ഡ്യൂറിങ്, ഇടയ്ക്ക്. വേരൻറ്റ് ദസ് ഉണ്ടാറിറ്റ്സ് ഡാഫ് മാൻ നിഷ്ട് ടെലിഫോണിയറൻ. ഡ്യൂറിങ് ദ ക്ലാസ് യു മേ നോട്ട് അലൗഡ് ടു കോൾ. ക്ലാസിൻ്റെ ഇടയ്ക്ക് നിനക്ക് ഫോൺ വിളിക്കാൻ അനുവാദമില്ല. ദെൻ während des Studiums suche ich eine Stelle. During the studies I am searching a job. സ്റ്റഡീസിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ജോലി നോക്കുന്നു. തേർഡ് പ്രപ്പോസിഷൻ ഈസ് വേഗൻ ഓർ aufgrund because of. Wegen des schlechten Wetters bleibe ich zu Hause. Because of bad weathers I am staying at home. മോശമായ കാലാവസ്ഥ കാരണം ഞാൻ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നു. Wegen des Kopfschmerzens gehe ich zur Schule nicht. Because of headache I am not going to school. തലവേദന കാരണം ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഫോർത്ത് പ്രപ്പോസിഷൻ ഈസ് anstatt or statt. Instead of or പകരം. Anstatt der Plastiktasche müssen wir Stofftasche nutzen. Instead of plastic bag we must use cloth bag. പ്ലാസ്റ്റിക് ബാഗിന് പകരം ക്ലോത്ത് ബാഗ് യൂസ് ചെയ്യണം. Then, statt des Fertigessens sollen wir Bioessen verbrauchen. Instead of fast foods should be consume biofood. ഫാസ്റ്റ് ഫുഡിന് പകരം ബയോ ഫുഡ്സ് കൺസ്യൂം ചെയ്യണം. ഫിഫ്ത്ത് പ്രപ്പോസിഷൻ ഈസ് innerhalb, which means inside or within. First example going with inside. Innerhalb des Kinos darf man nicht rauchen. Inside the theater you may not allowed to smoke. തിയേറ്ററിൻ്റെ അകത്ത് താങ്കൾക്ക് പുകവലിക്കാൻ അനുവാദമില്ല. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ ഗോയിങ് വിത്ത് വിത്തിൻ. Innerhalb eines Jahres fliege ich nach Deutschland. Within 1 month I fly to Germany. ഒരു മാസത്തിനുള്ളിൽ ഞാൻ ജർമ്മനിയിലേക്ക് പറക്കും. ദെൻ സിക്സ്ത് പ്രപ്പോസിഷൻ außerhalb, outside of. Außerhalb der Stadt habe ich eine Wohnung. Outside the city I have an apartment. സിറ്റിക്ക് വെളിയിൽ എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. Außerhalb des Landes wohne ich. Outside the country I am living. രാജ്യത്തിന് വെളിയിൽ ഞാൻ താമസിക്കുന്നു. Das war alles über Genitiv-Case und ich hoffe, Sie konnten etwas Neues lernen. Dann vielen Dank. Auf Wiedersehen. Tschüss.